ഹായ് ഗായ്സ്, അങ്ങനെ കാത്തിരിപ്പിൻ്റെ അവസാനം കുറിച്ചുകൊണ്ട് ദളപതി വിജയ് അണ്ണൻ അഭിനയിച്ച ജനനായകൻ ഇന്ന് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ കണ്ടു. ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്ലാസ്റ്റ്. അണ്ണൻ വന്ന് തിയേറ്റർ കത്തിച്ച് ഉള്ളത് പറയല്ല. കുറേ നാൾക്ക് ശേഷം അണ്ണൻ്റെ പടം കണ്ടതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. ഞാനൊരു കട്ട ദളപതി ഫാനാണ്. അത് പണ്ടോട്ട് അങ്ങനെയാണ്. അണ്ണൻ്റെ എല്ലാ പടവും ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണും. ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റ് അണ്ണൻ തിയേറ്റർ തൂക്കി. അണ്ണൻ്റെ അടുത്ത 300 കോടി ലോഡിംഗ് ആണ് ഈ സിനിമ. ഇന്ന് തന്നെ ഈ പടം 100 കോടി തൂക്കും. അതിനൊരു മാറ്റവും വേണ്ട. നമ്മൾ ഫാൻസുകാർക്ക് അണ്ണൻ തന്ന ഒരു ട്രീറ്റാണ് ഈ പടം. അണ്ണൻ്റെ ആക്ടിങ് വേറെ ലെവല്, അണ്ണൻ്റെ ഡയലോഗ് ഒക്കെ വേറെ ലെവല്, അണ്ണൻ്റെ ലുക്ക് രക്ഷയില്ല. പിന്നെ പാട്ട് പറയണ്ടല്ലേ, എല്ലാം കൊണ്ട് ബ്ലാസ്റ്റ്. ഒറ്റവാക്കി പറഞ്ഞ ബ്ലാസ്റ്റ്. തിയേറ്റർ കത്തിക്കും ഈ സിനിമ, ഉള്ളത് പറയാമല്ലോ. ഈ പടം നമ്മുടെ ദളപതി വിജയണ്ണൻ്റെ ലാസ്റ്റ് പടമാണെന്ന് പറയാൻ പറ്റൂല. അങ്ങനെയാണ് സിനിമ എൻഡ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് എഴുതി കാണിക്കുന്നുണ്ട്, ദി ബിഗിനിങ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഒരിക്കലും അണ്ണൻ്റെ ഈ സിനിമ ലാസ്റ്റ് പടമാണെന്ന് വിചാരിക്കേ വേണ്ട. എച്ച് വിനോദ് പടം വേറെ ലെവലാക്കി തന്നെ കൊണ്ടുവന്നത്. പിന്നെ കുറേ എണ്ണം പറയും ഇത് റീമേക്കാണ്, കോപ്പാണ് എന്നൊക്കെ. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേ വേണ്ട. എന്തായാലും നിങ്ങൾ അണ്ണൻ്റെ പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. പിന്നെ പടം നേരത്തെ ലീക്കായി, അതുകൊണ്ട് കളക്ഷൻ കയറൂല എന്നൊക്കെ വിചാരിക്കുന്ന ടീമുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ പടം പോയി കണ്ടിരിക്കണം. തിയേറ്ററിൽ തന്നെ പോയി കണ്ടിരിക്കണം. അന്യായം പടമാണ് ജനനായകൻ. ഞാൻ ഒരു ദളപതി ഫാനായതുകൊണ്ട് പറയണതല്ല, വേറെ ലെവൽ പടമാണ് ഈ പടം. അപ്പോൾ ജനനായകൻ തിയേറ്റർ റിലീസ് ആയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ തിയേറ്ററിൽ പോയി കണ്ടോ. അണ്ണൻ്റെ പടം എന്തായാലും നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. മറ്റൊരു സിനിമ വിശേഷവുമായി ഞാൻ പിന്നെ വരുന്നതായിരിക്കും. ബൈ.